അൻവറിന്റെ രീതിയെ സംബന്ധിച്ച്. അപ്പൊ അതെന്തോ ആവട്ടെ, ഇപ്പൊ ഞാൻ സംസാരിച്ചത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു സമീപനം എന്താണ് എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് നിങ്ങൾ പരിഗണിക്കുന്നത്. പാർട്ടി നടപടി ഗൌരവകരമായിരിക്കും. അത് പാർട്ടിയാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. ഞാനല്ല പാർട്ടി, ഞാൻ പാർട്ടിയുടെ ഭാഗമാണ്. പാർലമെന്ററി പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശത്രുക്കളുടെ കയ്യിൽ ആയുധമായി തന്നെയാണ് PV അൻവർ പ്രവർത്തിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ ഒരു ശൈലിയും 2 മണിക്കൂറാണല്ലോ എടുത്തത്. എന്ത് പ്രചാരണമാണ് കൊടുത്തത്? വലിയ പ്രചാരണം കൊടുത്തില്ലേ കേരളത്തിലാകെ? അതാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. അതിനെത്ര ആയുസ്സുണ്ടാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അല്ല, അതെല്ലാം പരിശോധിക്കേണ്ട പ്രശ്നം. അതാണ് പരിശോധിക്കുക. താങ്കൾ പറഞ്ഞത് ശരിയാണ്. വലിയ നീക്കമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത് അദ്ദേഹം എതിരാളിയുടെ കയ്യിൽ കളിക്കുകയാണ്. ഒരു സംശയ കാര്യത്തിലില്ല. അത് വ്യക്തമാക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വന്ന സമയത്ത് ആളുകളെല്ലാം ഇളകി വരാൻ തുടങ്ങിയല്ലോ. പ്രതിപക്ഷത്തുള്ള എല്ലാവരും ഇളകി വരാൻ തുടങ്ങി, പ്രതികരിക്കാൻ തുടങ്ങി. അപ്പം അതിനെ പിന്തുണയ്ക്കുകയാണ്. അൻവർ കോൺഗ്രസിന്റെ ഒരു കൾച്ചർ ഉണ്ടായിരുന്ന ഒരാളാണ് അൻവർ. അദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ടാണ് ഇടതുപക്ഷ ചേരിയിലേക്ക് വരുന്നത്. ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിലമ്പൂരിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിന് അത് സഹായകരമാകുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനനുസരിച്ച് നിൽക്കാൻ അദ്ദേഹം സന്നദ്ധമായപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. അതാണ് അതിന്റെ സ്ഥിതി. അതൊക്കെ വരട്ടെ. അതൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇതിനകത്ത് വരുന്നത് പാർട്ടി അണികളിൽ ആശയക്കുഴപ്പം വരുന്നത് സഖാവ് കോടിയേരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അതെല്ലാം അക്കാലത്ത് നടത്തിയിട്ടുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കോടിയേരിയുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർട്ടി നേതൃത്വത്തിൽ ആലോചിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും കൂടിയുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അതിലൊന്നും വേറെ വ്യാഖ്യാനം നടത്തിയിട്ടുള്ള കാര്യം അത് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ. അതൊക്കെ അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ അതിനുള്ള ആധികാരികത എന്താ അദ്ദേഹത്തിന്? അതിനുള്ള ആധികാരികതയൊന്നുമില്ലല്ലോ. ഇന്നതാണ് സ്ഥിതി എന്നുള്ളത്. ഇതിന്റെ ആലോചന നടത്തിയ പാർട്ടി സംവിധാനത്തിൽപ്പെട്ടവരാണല്ലോ, ഞങ്ങളല്ല. ഞങ്ങൾക്കല്ലേ അത് സംബന്ധിച്ച് പറയാൻ പാർട്ടിയിൽ ഇത്രയധികം പിന്തുണയുണ്ട് എന്തായാലും അണികൾക്കിടയിൽ. അങ്ങനെ ഒരു MLA എങ്ങനെ ഈ ശത്രുപക്ഷത്തിന്റെ ആളായി മാറുക? എങ്ങനെ ആർക്ക് MLAക്ക് പാർട്ടി അണികൾ പിന്തുണയുണ്ട് നിങ്ങളോട് ആരാ പറഞ്ഞത്? അങ്ങനെയാണല്ലോ. അങ്ങനെ അദ്ദേഹം പറയുകയല്ല, അദ്ദേഹം അവകാശപ്പെടുകയാണ്, നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. CPM അണികൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഈ പോരാൾ ഷാജി പോലെയുള്ള ഒന്നും CPM ആധികാരികതകളല്ല. നിങ്ങളത് മനസ്സിലാക്കുക. അത് എത്രയോ കാര്യങ്ങൾ പോരാളി ഷാജിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് അതാണ് CPM ആധികാരികത എന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്, അതാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അത്തരം ആളുകളാണ് CPM വക്താക്കളെന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം, അതൊക്കെ ആയിരിക്കും. പക്ഷെ അതിന് CPM യാതൊരു ഉത്തരവാദിത്വമില്ല. അത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് ഒരു CPM അല്ലേ? ദയവ് ചെയ്ത് നിങ്ങൾ അത് CPM. മറ്റൊരു കാര്യം, അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം TP എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ P ശശിക്കെതിരെ പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അൻവർ അതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ P ശശിക്കെതിരെ ക്ലീൻ ചീറ്റ് നൽകുകയാണ് പാർട്ടി നൽകിയിട്ടുള്ളത്. അപ്പം അത് എന്തുകൊണ്ടാണ്? അല്ല, അത് ശശിക്ക് ക്ലീൻ ചീറ്റ് നൽകിയത് പരാതിയിലുള്ള പ്രശ്നങ്ങൾ പരിശോധിച്ചിട്ട് തന്നെയായിരിക്കും. പാർട്ടി അത് പരിശോധിക്കാൻ പോകുന്നില്ല. പാർട്ടി പരിശോധിക്കുന്നത് എന്നുള്ളത് അത് സംബന്ധിച്ചുള്ള നിലപാടാണല്ലോ ഗോവിന്ദമാഷ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ ചില സമയത്ത് കിട്ടും. അപ്പൊ അത് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പരിശോധിക്കും. പിന്നെ പരാതി ഉന്നയിക്കുന്നത് CPM സംസ്ഥാന കമ്മിറ്റി മെമ്പർക്കെതിരായിട്ടാണ്. സംസ്ഥാന കമ്മിറ്റിക്ക് മെമ്പറായിട്ടുള്ള ഒരാളെ കുറിച്ചുള്ള ബോധ്യം പാർട്ടിക്കല്ലേ. ആ പാർട്ടിയുടെ ബോധ്യത്തിനെതിരായിട്ടുള്ള നിലപാട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നോക്കി അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയും. അതാണ് അത്രയും കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്, ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുള്ളതാണ്. അന്വേഷണം നടത്തിയിട്ടില്ല, നടത്താൻ പോകുന്നേ ഉള്ളൂ. പാർട്ടിന്റെ അകത്തുള്ള കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അൻവറിന്റെ ഈ വിവാദം നേരത്തെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലെല്ലാം പൊതുസമ്മേളനം നടത്തി ജനങ്ങളിലേക്ക് പോവുകയായിരുന്നു. അൻവറിന്റെ വിഷയത്തിലും പാർട്ടി പൊതുജനങ്ങളിലേക്ക് ഇടങ്ങും പൊതുസമ്മേളനം അല്ല, എല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത്. ജനങ്ങൾ മുമ്പ് ഞങ്ങളെ തുറന്ന് പറയും എന്താ കാര്യം എന്നുള്ളത്. ആവശ്യമായ പരിശോധന നടത്തി പാർട്ടി തീരുമാനിച്ചതിന് ശേഷം
ഞങ്ങൾ ഈ വിഷയങ്ങളുടെ വസ്തുത എന്താണെന്നുള്ളതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി തന്നെ ചെയ്യും. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ജനങ്ങളല്ലേ മുഖ്യമായിട്ട്. മുഖ്യമന്ത്രി എല്ലാവർക്കും അപ്രാപ്യനാണ്, ആർക്കും തന്നെ അത് ശരിയല്ല. അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. മുഖ്യമന്ത്രിക്ക് നിങ്ങൾക്കും പ്രാപ്യമാണ് മുഖ്യമന്ത്രി. നിങ്ങൾ ശ്രമിച്ചിട്ട് മുഖ്യമന്ത്രി കാണാൻ കഴിയാതെ വന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ലേ? എല്ലാവർക്കും പ്രാപ്യത. ശോഭ കെട്ടുമെന്ന് അൻവറല്ലേ പറയുന്നത്. മുമ്പ് ശോഭ കെടുത്തിയിട്ടുണ്ടല്ലോ. അതിനെല്ലാം അതിജീവിച്ച് കൂടുതൽ തിളക്കത്തോടുകൂടി പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നതല്ലേ കേരളത്തിന്റെ അനുഭവം. തിളക്കമില്ലാന്ന് അൻവറല്ലേ പറഞ്ഞു. അൻവറല്ലേ പറയുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അൻവറിന്റെ അഭിപ്രായങ്ങൾ CPM-ന്റെ ആധികാരികമായ അഭിപ്രായമാണെന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആധികാരികമായ അഭിപ്രായമാണെന്നും നിങ്ങൾ ധരിക്കേണ്ടതില്ല. അതല്ല ശരി. അപ്പൊ അതാ കാര്യങ്ങൾ മനസ്സിലാക്കി. നമുക്കിനി വീണ്ടും കാണാം. പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കൃത്യമായ ഗൂഢാലോചനയുടെ പിൻബലത്തിലാണ് PV അൻവർ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള വാർത്താ സമ്മേളനവും പ്രതികരണവും ഒക്കെ ആരോപണങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്. എന്തായാലും ആസൂത്രിതമായ നീക്കമാണ്. മുഖ്യമന്ത്രിയുടെയും LDF-നെയും തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ എന്നതിനപ്പുറം ഇതിനെ ഗൗരവത്തോടെ കാണേണ്ട എന്നുള്ളതാണ് LDF കൺവീനർ പറയുന്നത്. സദുദ്ദേശത്തോടെയുള്ള നീക്കമല്ല അൻവറിന്റേത്. കൃത്യമായിട്ടുള്ള ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. സദുദ്ദേശമല്ല എന്ന് വ്യക്തമാക്കുന്നു LDF കൺവീനർ. കൃത്യമായി അതിലൊരു വ്യക്തത വരുന്നുണ്ട്. ഇപ്പോൾ എന്തായിരിക്കും മുന്നിലേക്ക് പോവുക എന്നുള്ളതിൽ. അതേസമയം CPM പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അൻവറിനെ ഒഴിവാക്കുന്ന കാര്യത്തിൽ ആലോചന ഉണ്ടായിട്ടില്ല എന്നും സെക്രട്ടറി കൂടിയായിട്ടുള്ള TP രാമകൃഷ്ണൻ വിശദീകരിക്കുന്നുണ്ട്. തുടർ നീക്കങ്ങൾ പറയേണ്ടത് പാർട്ടിയാണ്. പാർട്ടി അത് ആലോചിച്ച് തീരുമാനിക്കും. താനല്ല ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് കൂടി TP രാമകൃഷ്ണൻ പറയുകയുണ്ടായി. എന്തായാലും മുഖ്യമന്ത്രിയുടെ ശോഭ അത് PV അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് കെട്ടുപോകുന്നതല്ല. ജനങ്ങൾ ഈ ആരോപണങ്ങളെയെല്ലാം തള്ളിക്കളയും എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്ന ആത്മവിശ്വാസം. എന്തായാലും വലിയ തരത്തിൽ ഈ വിഷയം ഇന്നത്തെ ദിവസവും മാത്രമല്ല വരും ദിവസങ്ങളിലെല്ലാം ചർച്ചയാകും എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ ആദ്യ പ്രതികരണം എന്നുള്ള തരത്തിൽ വന്നിരിക്കുകയാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന്. ഏത് തരത്തിലാണ് പാർട്ടി ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം MV ഗോവിന്ദൻ ഒരു ആദ്യ പ്രതികരണം ഇന്നലെ നടത്തിയത്. ചെറിയൊരു ബ്രീഫിംഗ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും പാർട്ടി ഈ വിഷയത്തെ തള്ളിക്കളയുന്നു എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു. ആ തലത്തിൽ തന്നെയാണ് ഇപ്പോൾ LDF കൺവീനറുടെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നിട്ടുള്ളത്. MS അനീഷ് കുമാർ ഇപ്പോൾ വിവരങ്ങൾ നൽകും. അനീഷ്, LDF കൺവീനർ വളരെ സമയമെടുത്ത് കൃത്യമായി അല്പം സരസമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷെ അപ്പോഴും ജനങ്ങൾക്കിടയിൽ പാർട്ടി ഇടയിലുണ്ടായ ആശയക്കുഴപ്പം അത് ദൂരീകരിക്കുന്നത് എങ്ങനെയെന്നുള്ളതിൽ ഇപ്പോഴും ഒരു ഉത്തരമുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്താണ് കരുതുന്നത്? LDF-ന്റെ നീക്കം എന്തായിരിക്കും, പ്രത്യേകിച്ചും മുന്നണിയിലെ MLA എന്ന നിലയിൽ അൻവറിനെതിരെ? അനീഷ്, കേൾക്കാമോ? അനീഷ്, എന്താണ് TP രാമകൃഷ്ണൻ വിശദീകരിക്കുന്നത്? സനീഷ് കുമാറിലേക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് മടങ്ങിയെത്താം. അതോടൊപ്പം തന്നെ CV അനുമോദും നമുക്കൊപ്പം മലപ്പുറത്ത് നിന്ന് ഉടൻ ചേരുമെന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും TP രാമകൃഷ്ണനാണ്, LDF കൺവീനറാണ്, അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്തായാലും ജനങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പാർട്ടി തന്നെ വിശദീകരിക്കും. ജനങ്ങൾ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഗൂഢാലോചനയുടെ പിൻബലത്തിലാണ് ഇത്തരത്തിൽ PV അൻവർ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ എന്നുള്ളതാണ് LDF കൺവീനർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്.